ഒരു പഴുതും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നൊരു കാര്യമുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ കേസിന് വിട്ടുകൂടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് സമീപിക്കുകയോ അല്ലെങ്കിൽ ഇതിന് വിട്ടുകൂടെ ഇനി ആ കേസിൻ്റെ വിധി അത് തന്നെയാണ് അതിൻ്റെ പിന്നാലെ പോകണ്ട അങ്ങനെയൊന്നും പറഞ്ഞ ആരെങ്കിലും? ഒരു ഉദ്യോഗസ്ഥരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പോലീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒരുപക്ഷെ മാനസികമായി സഹായിക്കില്ലായിരിക്കും. അങ്ങനെ സഹായിച്ചില്ല എന്ന കാര്യം നമ്മൾ ഈ കേസ് 30-35 കൊല്ലം നീണ്ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം. ഇതിലെ ഓരോ ഇപ്പോൾ 6 മാസത്തിൽ കൂടുതലായ കേസുകൾ പോലും റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ടതല്ലേ. അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു, ശിക്ഷ ഉറപ്പാണ്. ഇതുവരെ ഈ നീണ്ട ഒരു കാത്തിരിപ്പിൻ്റെ ഒരു വിജയം തന്നെയല്ലേ ഇത്? എങ്ങനെ കാണുന്നു ഈ ശിക്ഷാവിധി കൂടെ എങ്ങനെ കാണും? ഈ ശിക്ഷാവിധി ശ്രീ ആൻ്റണി രാജുവിന് കിട്ടിയ ശിക്ഷാവിധി എന്നുള്ളത് അല്ല ഞാൻ കാണുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ശ്രീ ആൻ്റണി രാജുവിനെ എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്, വളരെ മുമ്പ് മുതൽ അറിയുന്ന ആളാണ്. അല്ലാതെ അദ്ദേഹം എൻ്റെ ഒരു ശത്രുവോ ഒന്നുമല്ല. പക്ഷേ ഇത് ഞാൻ കാണുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ ഒരു മനുഷ്യർക്കും പറ്റില്ല, അത് പാടില്ല. അത് എല്ലാവരും നിയമത്തിന് അതീതരല്ല, ഒരാളും നിയമത്തിന് അതീതരല്ല, എല്ലാവരും അതിന് കീഴിൽ തന്നെയാണെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആൻ്റണി രാജു ഒരു പുതിയൊരു ഇലക്ഷൻ കൂടി വരുന്ന ഒരു പുതിയ വർഷമാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം. പക്ഷേ താങ്കൾക്ക് കുറച്ചുകൂടി അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം ഒരു 30-35 കൊല്ലം ഒരു കേസിന് പിന്നാലെ, അതും മന്ത്രി വരെ ആയിരുന്ന ഒരാൾക്കെതിരെ ഒരു കേസ് വരുന്നു. അത് നീണ്ട നിയമ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ പലപ്പോഴായി മാനസികമായി തളർന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാകാം. അന്നത്തെ കേസ് അന്വേഷണ ആളുകൾ, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വിധി എന്തായാണെങ്കിലും തന്നെ ഇപ്പോൾ പറഞ്ഞു ഇത് നിയമത്തിൻ്റെ വഴിക്ക് നേടിയ, അതിൻ്റെ ഒരു സ്വാഭാവിക വളർച്ചയിലൂടെ നേടിയ ഒരു വിജയമാണെന്ന്. പക്ഷേ അപ്പോഴും 30 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ 35 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു എന്നൊരു ഫാക്ടർ കൂടെ ഉണ്ടല്ലോ അവിടെ. തീർച്ചയായിട്ടുമുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അതിനൊക്കെ ഒരു പരിഹാരം ഇനിയെങ്കിലും കാണണം എന്ന് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം കേസുകൾ ഇങ്ങനെ തിരിമറി നടത്താതിരിക്കാൻ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയൊക്കെ ഒരുപാട് ഇതുണ്ട്. ഉദാഹരണത്തിന് ഇങ്ങനെ നമ്മൾ ആയിട്ട് പോലീസ് എടുക്കുന്ന സാധനങ്ങൾ ബാർകോഡ് ചെയ്തും മറ്റും സൂക്ഷിക്കാനും അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്കൊരു ഇത് മുഖേന നിയന്ത്രിക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് ടെക്നോളജി ഇപ്പോൾ അവൈലബിളാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്തരം കേസുകൾ ഇനിയും നടക്കും. നിരപരാധികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഈ സംശയത്തിൻ്റെ നിഴലിലായി പോകും. ആ സംശയത്തിന് ഇപ്പോൾ എൻ്റെ കേസിൽ 35 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് നീതി ഇതിലേക്ക് എത്തുന്നത്. 35 കൊല്ലം വെയിറ്റ് ചെയ്യരുത്, 3 കൊല്ലം പോലും വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ വൈകിപ്പിക്കാതെ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറണം. ശിക്ഷയേക്കാൾ ഉപരി ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം എടുക്കണം. ഇത്തരം കാര്യങ്ങൾ പ്രതികൾക്ക് അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീലന്മാർക്കോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമോ നമ്മുടെ പോലീസ് ഹാജരാക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഹാജരാക്കുന്ന മെറ്റീരിയൽ ഓബ്ജക്ട്സ് ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം പറ്റില്ല. ഒരു തരത്തിലും അവർ വിചാരിച്ചാൽ അപ്പോഴാണ് നമ്മുടെ നിയമ സംവിധാനം കുറ്റമറ്റതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്തായാലും വൈകിയാണെങ്കിലും ഈ വന്ന വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ സാറ് കൃത്യമായി തന്നെ തൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിൻ്റെ കുറ്റക്കാരനെ കണ്ടെത്തി ശിക്ഷിക്കുക. അതിൽ കാലതാമസം ഉണ്ടാവരുത്. കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, സത്യസന്ധരായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു പ്രചോദനം ആകുന്ന തരത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ശിക്ഷകളും അതിൻ്റെ കാലാവധി കുറയ്ക്കാനുള്ള നടപടികളും എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയാനുള്ളതും.